نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗണ്യമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ നിലകൊള്ളുന്ന റമദാൻ മാസത്തിൽ നോമ്പുകൾ എടുത്തുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകി ജീവിതം ധന്യമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ള
സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പുണ്യ ദിനങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വാരങ്ങൾ അവസാനിക്കാനിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ. ഈ ഒരു മാസം തുടങ്ങുന്ന വേളയിൽ തന്നെ വളരെയേറെ സങ്കടകരമായ ഭയാനകമായ വാർത്തകൾ കേട്ടിക്കൊണ്ടാണ് റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ വ്യത്യാസമില്ലാതെ ആളുകൾ ലഹരികൾക്കും സിനിമകൾക്കും മറ്റു ലിബറൽ ചിന്തകൾക്കും അടിമപ്പെട്ടുകൊണ്ട് അഡിക്റ്റഡായിക്കൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുതുതലമുറയിലെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് എന്നറിയപ്പെടുന്ന കൗമാരത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഇനിയുള്ള ദിശ എങ്ങോട്ടാണ് എന്നുള്ള ഒരു വേവലാതിയിലാണ് കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും. കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആ കുറ്റങ്ങൾക്ക് ഇത്ര ശിക്ഷയെ ലഭിക്കൂ, കൂട്ടം കൂടി ആളുകളെ കൊന്നാൽ അത് ശിക്ഷയല്ല, അതിനത്ര വലിയ ഗൗരവമില്ല, എത്രയും പെട്ടെന്ന് ഊരിപ്പോരാൻ സാധിക്കും, അത്ര ശിക്ഷയൊന്നും ലഭിക്കില്ല, നമ്മൾ ചെറുപ്പക്കാരല്ലേ എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചർച്ചകൾ ചെയ്യുമ്പോൾ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തിന്മകളുടെയും ലഹരികളുടെയും വർധനവ് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരാജകത്വങ്ങൾ, ഈ അരാജകത്വങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ എങ്ങനെ സംരക്ഷിക്കാം, അവരെ എങ്ങനെ ഈ തിന്മകളുടെ മാതാവായ ലഹരികളിൽ നിന്ന് മക്കളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നിയമസഭ നിർത്തി അവിടെ ചർച്ചകൾ ചെയ്തുകൊണ്ട് അടിയന്തര പ്രമേയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു വേളയിലാണ് ഇവിടെ നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ റമദാൻ മാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ എന്ന് പറയുന്നത് അത് ഖുർആനിൻ്റെ കൂടി മാസമാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരാശിക്ക് മാർഗദർശനവുമായിട്ട് ഒരു ഹിദായത്തിൻ്റെ വഴികാട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യരാശിക്ക് നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇത്രയേറെ തിന്മകൾ അടറാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇവിടെയുള്ള പൊതുസമൂഹത്തോട് മുസ്ലിമായ വിശ്വാസികളായ നമ്മൾക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമുക്ക് ഖുർആനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഖുർആനിൻ്റെ ആശയങ്ങളിലേക്കും ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. പകച്ചു നിൽക്കുന്ന ഈ സമൂഹത്തോട് വിശുദ്ധ ഖുർആനിലെ ചിലത് പറയുവാനുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാം ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു, ഇന്ന
ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നിശ്ചയമായും ഈ ഖുർആൻ അത് ഏറ്റവും ചൊവ്വായ പാതയിലേക്ക്, ഏറ്റവും നേരായ പാതയിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിങ്കലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത്. അല്ലാഹു വലിയ്യുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. വഴിതെറ്റിപ്പോയ, ളുലുമാത്തിലായ, അന്ധകാരത്തിലായ ഒരു സമൂഹത്തെ തിരിച്ച് അല്ലാഹുവിൻ്റെ ഹിദായത്തിലേക്ക്, പ്രകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നേർവഴിയിലേക്ക് നടത്തുകയാണ്. എന്നാൽ ഇവിടെയുള്ള ഔലിയാക്കളും ദുർമൂർത്തികളായ ആളുകൾ അവരെന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? വല്ലദീന യുഖ്രിജൂനഹു വല്ലദീന കഫറൂ ഔലിയാഉഹും അത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. ഇവിടെയുള്ള അരാജകത്വങ്ങൾ, ഇവിടെയുള്ള ദുർമൂർത്തികളായ ആളുകൾ അവർ ശ്രമിക്കുന്നത് മനുഷ്യനെ, വിശ്വാസികളെ പ്രകാശത്തിൽ നിന്ന്, ഈ ഇസ്ലാമിൻ്റെ പ്രകാശത്തിൽ നിന്ന് ളുലുമാത്തിലേക്ക്, അന്ധകാരത്തിലേക്ക് അവരെ പിന്തള്ളുവാൻ വേണ്ടി, അവരെ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ അതിന് ഗൗരവപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് കാലഘട്ടത്തിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായി തീർന്നത്? 3 W, വുമൺ, വാർ, വൈ. ഇങ്ങനെ 3 ദുർമൂർത്തികൾ അരഞ്ഞു വാണിടുന്ന ഒരു സമുദായത്തിലേക്കായിരുന്നു, ഒരു കൂട്ടത്തിലേക്കായിരുന്നു, ഒരു സമൂഹത്തിലേക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിനെ അവതീർണപ്പെടുത്തിയത്. അല്ലേ? വുമൺ, വാർ, വൈ, 3 W. പെണ്ണുങ്ങളെ വ്യഭിചാരങ്ങൾ കൂട്ടമായി നടന്നിരുന്ന, പരസ്യമായി വ്യഭിചാരങ്ങൾ നടന്നിരുന്ന ഒരു സമുദായം. പരസ്പരം തൻ്റെ തോട്ടത്തിൽ നിന്ന് ഒരു ഒട്ടകം ഭക്ഷിച്ചതിന് വർഷങ്ങളോളം യുദ്ധം നടത്തിയിരുന്ന, എന്ത് കാരണമെന്നല്ലാതെ യുദ്ധങ്ങൾ നടത്തിയിരുന്നൊരു സമുദായം. താൻ മരിച്ചാൽ തൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു മുന്തിരിയുടെ ചെടി നടണം. ആ ചെടിയിൽ നിന്ന് ഉറ്റി വീഴുന്ന മുന്തിരിയുടെ നീര് എൻ്റെ ശരീരത്തിലേക്ക് എത്തണം എന്ന് അത്രത്തോളം കള്ളുമായി, ലഹരിയുമായി അത്രത്തോളം അടുപ്പമുണ്ടായിരുന്ന, അടറാടിയിരുന്നൊരു സമൂഹം. ഈ സമുദായത്തിലേക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് മാറിക്കൊണ്ടുവരുന്ന സർക്കാരുകൾ എത്ര ശ്രമിച്ചിട്ടും ലഹരിയുടെയും മദ്യത്തിൻ്റെയും അതിൻ്റെ വിതരണവും അതിൻ്റെ കുത്തൊഴുക്കും അവർക്ക് നിർത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇത്തരത്തില് കള്ളുമായിട്ട് ആത്മബന്ധമുണ്ടായിരുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മാറ്റിയത്? പ്രിയമുള്ള സഹോദരന്മാരെ, ഒന്ന് മുന്നിലോട്ട് കയറിയിരിക്കാം. പിന്നിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുക. ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ ദുഷിച്ച ഒരു സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയത്? ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റടിക്കല്ല കള്ളിനെ വിരോധിച്ചത്. ആ കള്ളിൻ്റെ നിരോധനം കൃത്യമായിട്ട് നമുക്ക് മാതൃകയുണ്ട്. കള്ള്, അതിൻ്റെ മൻഫഅത്തുകളും അതിൻ്റെ ഔഷധങ്ങളും അതിൻ്റെ ഇസ്മും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്തുൽ ബഖറയിലെ 219 ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, യസ്അലൂനക അനിൽ ഖംർ വൽ മൈസിർ ഖുൽ ഫീഹാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹാ അക്ബർ മിൻ നഫ്ഇഹാ. കള്ളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതിൽ ജനങ്ങൾക്ക് നല്ലതായ കാര്യങ്ങളുമുണ്ട്. വമനാഫിഉ ലിന്നാസ് വഇസ്മുഹാ അക്ബർ മിൻ നഫ്ഇഹാ. അതിൻ്റെ തെറ്റെന്ന് പറയുന്നത്, അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇത് വളരെ ഗൗരവമുള്ളതാണ്.
അതിൻ്റെ തെറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് അള്ളാഹ് പറയുന്നു. വൈസ്മുഹാ അക്ബറു മിൻ നഫ്ഇഹാ, അതിൻ്റെ ഉപകാരത്തേക്കാൾ അധികമാണ് അതിൻ്റെ ഉപദ്രവമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇങ്ങനെ ആദ്യം അള്ളാഹ് അതിൻ്റെ നല്ല കാര്യങ്ങൾ ചീത്തക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് വലാ തഖറബുസ്സലാത്ത വഅൻതും സുകാറാ. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞ് നമസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ലഹരി ഉപയോഗിച്ച് വരരുത്. ലാ തഖറബുസ്സലാത്ത വഅൻതും സുകാറാ. പിന്നീട് ഉള്ളൊരു ഘട്ടത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. ഖംറും ചൂതാട്ടവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പിശാചിൻ്റെ ഓരോ വേലകളാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് ഒഴിവാക്കുക എന്ന് അള്ളാഹ് പറയാം. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും നാട്ടിലെ ആളുകൾ കള്ള് കുടിക്കുന്നത്, ലഹരിക്ക് അടിമപ്പെടുന്നത് നിർത്തുവാൻ സാധിച്ചില്ല. അവരെ ഉപയോഗം നിർത്തിയില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. വയസുദ്ദൂകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ഫഹൽ അൻതും മുൻതഹൂൻ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്തിരിയാൻ സമയമായിട്ടില്ല? ഇത് കേട്ടിക്കൊണ്ടിരിക്കുന്ന സഹാബത്ത് മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, മദീനയിലെ ഏറ്റവും വലിയ മദ്യത്തിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്, മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്യഷോപ്പുകളിൽ മദ്യം കുടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഖുർആനിന്റെ ആയത്ത് കേൾക്കുന്ന സാഹചര്യത്തിൽ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് പിന്തിരിയാനായിട്ടില്ലേ എന്ന് അള്ളാഹ് ചോദിച്ചപ്പോൾ കുടിച്ചു കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ കുപ്പികൾ വലിച്ചെറിഞ്ഞ് അവിടെ കൂടിയിരുന്ന മദ്യത്തിന്റെ വീപ്പക്കുറ്റികൾ തച്ചുടക്കുകയാണ്. മദീനയിലെ നഗരത്തിലൂടെ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകുകയാണ്. ഖുർആൻ വിശ്വാസികളിലേക്ക് ഉണ്ടാക്കിയ മാറ്റമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ മദ്യം കഴിഞ്ഞിട്ട് ഇനി ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ പോരെ? ഇല്ല, അള്ളാഹ് പറഞ്ഞ് എന്നൊറ്റ കാരണം കൊണ്ട് മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന ഒരു സമുദായത്തെ പരിവർത്തിപ്പിച്ചെടുക്കുവാൻ ഈ വിശുദ്ധ ഖുർആനിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ജനിച്ച അന്നു മുതൽ ഇത്ര കാലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് പ്രിയമുള്ള സഹോദരന്മാരെ, എന്ത് മാറ്റമാണ് ഖുർആനിന്റെ ആയത്തുകളിലൂടെ ദിനേന ഓടിച്ചു പോകുന്ന നമ്മൾ. എന്ത് മാറ്റമാണ്, എന്ത് പരിവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായത്. ആ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ, നല്ല രീതിയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന, പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റമദാനായി ഈ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കുമാറാകട്ടെ. നല്ല രീതിയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖുർആൻ അവതീർണമായ ഈ ഒരു മാസത്തിൽ അത് വായിക്കുവാനും
അത് പഠിക്കുവാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരിലേക്ക് ആ ഖുർആനിൻ്റെ ആശയത്തെ പങ്കുവെക്കുവാനുമാണ് ഖുർആനിൻ്റെ മാസമായ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ പരീക്ഷകളൊക്കെ വരുന്നതാണ്. MSMൻ്റെ വിജ്ഞാന പരീക്ഷ ഈ വരുന്ന 16-ാം തീയതിയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഖുർആൻ ഇറങ്ങിയ ഈ മാസം ഖുർആൻ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമ്മൾ പരമാവധി ശ്രമിക്കുക. ഇതുപോലെയുള്ള എക്സാമുകൾ മാത്രമല്ല, എക്സാമുകൾ അതിൻ്റെ കേവലം ഒരു ഭാഗം മാത്രമാണ്. ഇതിനു വേണ്ടി ഖുർആനിൻ്റെ മാസമായ ഈ റമദാൻ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഉൾക്കൊള്ളുന്നവരാണ് നമ്മളെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, അവർ നിർഭയരായിരിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന പഠിക്കുന്ന ആളുകൾ അവരെപ്പോഴും നിർഭയരായിരിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ. നമ്മുടെ അടുക്കൽ നിന്നുള്ള ഹുദ, നേർമാർഗം അവർക്ക് വന്നെത്തിയാൽ ഫമൻ തബിഅ ഹുദായ, ആരാണോ ആ ഹുദ പിൻപറ്റുന്നത്, ആ നേർമാർഗത്തെ പിൻപറ്റുന്നവരാരാണോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു പേടിയും യാതൊരു ഭയവും സങ്കടവും അവർക്കുണ്ടാകില്ല. അവർ വളരെയധികം നിർഭയരായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശുദ്ധ ഖുർആൻ പഠിച്ചാലുള്ള ഒരു ഗുണമാണ് അള്ളാഹ് പറയുന്നത്. രണ്ടാമത്തെ ഗുണം, അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നതിനെ ഭയക്കുന്നവരായിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ കാര്യം, അള്ളാഹ് കൽപ്പിക്കുന്ന അള്ളാന്റെ അമ്ർ, അള്ളാന്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ ഭയമുള്ള ആളുകളായിരിക്കും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ വഇലല്ലാഹിൽ മസീർ. അള്ളാന്റെ കൽപ്പനകൾ ധിക്കരിക്കുവാൻ ഭയമുള്ള ആളുകളായിരിക്കും വിശ്വാസികളായ ആളുകൾ എന്ന് പറയുന്നത്. മൂന്നാമതായി അള്ളാഹ് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരെ തെറ്റുകളിൽ നിന്ന്, ഹവയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്ന്. സൂറത്തു നാസിആത്തിൽ നമ്മൾ കേട്ടതാണ്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന്, ഹവയിൽ നിന്ന്, സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന തന്നിഷ്ടത്തിൽ നിന്ന് വെടിയുന്നവരാരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, ശാശ്വതമായ സ്വർഗമായിരിക്കും അവരുടെ അഭയകേന്ദ്രമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ 3 ഗുണങ്ങളായിരിക്കും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ ഖുർആനുമായി കൂടുതൽ അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. മറ്റെല്ലാ സമയങ്ങൾക്ക് ശേഷം ഖുർആൻ നോക്കാതെ ഖുർആനിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. കൃത്യമായിട്ട് റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഈ റമദാനിലെ ഖുർആൻ ആഴത്തിൽ പഠിക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു. ഖുർആനിൻ്റെ വെറുതെ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകാതെ ജസ്റ്റ് അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അമാനി തഫ്സീറൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് വായിച്ചു നോക്കുവാൻ ഈ ഒരു സമയം നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ എന്തേ ഖുർആനെന്ന് ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കാത്തത്? അതിനുള്ളൊരവസരമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൻ്റെ രാത്രികളും പകലുകളുമെല്ലാം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുക. ഈ റമദാനിൻ്റെ ഈ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെട്ടാൽ ഈ സമയം നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി റമദാനിൻ്റെ എല്ലാ സമയവും പരിശുദ്ധമായ പരിവർത്തനത്തിൻ്റെ ഒരു സമയമാക്കിക്കൊണ്ട് നമ്മൾ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട്ടുപോയിട്ട് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുകയും സാമ്പത്തികമായ ഭദ്രത നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا صيامنا ربنا تقبل منا صيامنا وقيامنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.